Hello guys, welcome to our new episode number 1. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അടൂരിലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അമരീഷ് എസ്തർ. ഞാൻ എസ് ആക്ടേഴ്സ് സ്റ്റുഡന്റ് ആണ്, കൂടാതെ IDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇത് എന്റെ പേര് അനുശ്രീ, ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്, കൂടാതെ IDCയുടെ CEO ആണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ കോളേജ് ഒന്ന് കണ്ടിട്ട് വരാം. സോ ഓക്കെ, ലെറ്റ്സ് ഫോളോ മീ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കോളേജിലാണ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അടൂർ. നമുക്ക് ഈ കോളേജിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താലോ? സോ ഇതാണ് ഞങ്ങളുടെ കോളേജ്, GPTC അടൂർ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അടൂർ. ഇതിപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതൊരു ടെക്നിക്കൽ സ്കൂളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അതൊരു പോളിടെക്നിക് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോളേജ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന 3 കോഴ്സസ് ആണ്: ആർക്കിടെക്ചർ കോഴ്സ്, പിന്നെ പോളിമർ ടെക്നോളജി ആൻഡ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിലെ ആർക്കിടെക്ചറിങ്ങും പോളിമർ ടെക്നോളജി എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള കോഴ്സസ് ആണ്. നമ്മുടെ പോളിടെക്നിക് ഫീൽഡിലോട്ട് റെയർ ആയിട്ടുള്ള 2 കോഴ്സസ് ആണ് ഗവൺമെന്റ് ഫീൽഡിലുള്ള. അത് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോഴ്സസ് ഒന്നും കുഴപ്പമില്ല, ഫാക്കൽറ്റീസ് വലിയ കുഴപ്പമില്ലല്ലേ? അപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. ഇതന്നെയാണ് നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ബിൽഡിംഗിൽ തന്നെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പലിന്റെ റൂം ആയാലും അതേപോലെ തന്നെ ഓഫീസ് ആയാലും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഡ്രോയിങ് ഹാൾസ് 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ, ഒന്ന് ആർക്കിടെക്ചറിനായിട്ട് 2 ഡ്രോയിങ് ഹാൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് അവിടെ ആ ഏരിയയിലായിട്ട് വരും. പിന്നെ ഇത് നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് പേപ്പേഴ്സും മറ്റും അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞു തരിക. നമ്മുടെ മെയിൻ ബിൽഡിംഗിന്റെ ഫ്രണ്ട് ബ്ലോക്കിന്റെ വരുന്നത് ഇങ്ങനെ ഒരു അസ്തെറ്റിക്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെ പറയാം. ഒരുപാട് മരങ്ങളും ഭയങ്കര വെറൈറ്റീസ് ഓഫ് മരങ്ങളാണ്. എന്തൊക്കെയോ ഒരു പുളിഞ്ചിക്കയൊക്കെ ഉണ്ട്, കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ പേരമരമൊക്കെ ഉണ്ട്. എന്തിനാന്ന് കുറെ പേരൊക്കെ വിളിക്കുന്നത്. അത് പക്ഷേ പിന്നെ ഭയങ്കര പുളിയാണ്. പിന്നെ നമ്മുടെ സഹജീവികളായിട്ട് കുറെ അധികം ആളുകളുണ്ട്. നമ്മുടെ സ്വന്തം ബെക്കാടി ഇതൊക്കെ കണ്ട വ്ലോഗ് കണ്ടോണ്ടിരിക്കുന്നുണ്ടോ? അവനോടുണ്ട്. ബെക്കാടി മാത്രമല്ല, എന്തിനോ വേണ്ടി കൊണ്ടിട്ടേക്കുന്ന ഒരു മണൽക്കൂമ്പാരം. അതിന്റെ മണ്ടയ്ക്ക് കുറെ നമ്മുടെ സഹപാഠികൾ കിടപ്പുണ്ട്. എന്തിനാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് പിന്നെ നമുക്ക് കമ്പനിക്ക് വേറെ ആളുകളൊക്കെ ഉണ്ട്. കണ്ടില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ല, 2 സ്പീഷീസ് ഉണ്ട് ഇപ്പൊ തന്നെ. പിന്നെ ഇതാണ് നമ്മുടെ ഷട്ടിൽ കോർട്ട്. ഇവിടെ നമുക്ക് ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ ഷട്ടിൽ കളിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് ഇങ്ങനെ കുറെ പനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അസ്തെറ്റിക്സിന്റെ പേരിലാണ്. കൊള്ളാം. സോ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലാണ്. ഇതിപ്പോ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ആയതുകൊണ്ട് വർക്കൊന്നും ആവാതെ പണി തീരുന്നതായിരിക്കും. മാറ്റി കിട്ടട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ സ്ട്രേറ്റ് പോയാൽ നമ്മുടെ ക്യാൻറ്റീനും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പോളിമർ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ ലാബ്സ്, അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ സ്റ്റേഴ്സ് ഞങ്ങളുടെ ഒരു കഴിവാണ്. ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ഒരു കഴിവാണ്. ഇതാണ് നമ്മുടെ ലാബ്. ഇത് മോഡൽ മേക്കിംഗ് വർക്ക്ഷോപ്പും അതുപോലെ മേസണറി ലാബും ആണ്. മുകളിലാണ് മോഡൽ മേക്കിംഗ് വരുന്നത്, താഴെ മേസണറി ആണ് വരുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് വെളിയിലുള്ള ക്യൂബ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ ഈ ലാബിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ജിംനേഷ്യം. ഇതിന്റെ താഴെ കാണുന്നത് ഓഫീസാണ്. അതായത് നമ്മൾ പ്രിന്റ് എടുക്കാനും മറ്റൊക്കെ നമ്മൾ ഇവിടെയാണ് വരുന്നത്. പുറത്ത് നമുക്ക് പോവാതെ ഇവിടെ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാം. കൂടെ ഒരു സർവേ ലാബും ഉണ്ട്. അത് ആർട്ടിസറിനെയാണ് മെയിനായിട്ട്. പക്ഷേ ജിംനേഷ്യം ഇതും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും യൂസ് ചെയ്യുന്നതാണ്. ഇതും ഈ ലാബും മേസണറി ലാബും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഒരു ഇന്റർവെൽ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നാണ് എല്ലാവരും ഒക്കെ ആയിട്ട് ഇരുന്ന് കഥകളൊക്കെ പറയുന്നത്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മുടെ ക്യാൻറ്റീനൊക്കെ ഒരു സെക്കൻഡ് എൻട്രൻസ് ഉണ്ട്. നമ്മൾ ആദ്യമേ നിന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. സോറി. പിന്നെ ഇത് സെക്കൻഡ് എൻട്രൻസ് ആണ്. ഇതുവഴി നമുക്ക് മെക്കാനിക്കലിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോവാം.
ഇത് 4 വീലേഴ്സിന്റെ സ്റ്റാഫിന്റെ 4 വീലേഴ്സ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വണ്ടിയൊന്നും ഇല്ല, കാരണം സാറുമാരെല്ലാം വീട്ടിൽ പോയി. 2 വീലേഴ്സ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റാഫിന്റെ. നല്ലൊരു ഇതാട്ടോ. ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെക്കാളും കുറച്ചും കൂടെ ഓൾഡ് ആയതുകൊണ്ട് തന്നെ ഒരു വൈബ് ഉണ്ട്. മറ്റേ കോളേജിന്റെ ഒരു പഴയ വൈബിൽ നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളൊരു വൈബ്. അതുപോലെ തന്നെ പിള്ളേര് കൂടുതലും പഠിക്കുന്നത് മെക്കിലാണ് ഇവിടെ. അങ്ങനെ സ്ട്രെങ്ത് കൂടുതലും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഞാവൽപ്പഴത്തിന്റെ ഒരു മഴ. ഓക്കെ, ഇത് നമുക്ക് മെക്കില് ജസ്റ്റ് നമുക്ക് എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമുക്ക് പിള്ളേരെ കളികളൊക്കെ കാണാം. പിള്ളേർ വോളിബോൾ കളിക്കുന്നതായിരുന്നാലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. നല്ല നൈസായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഞാവലൊക്കെ നല്ല തണുപ്പാണ്, തണലും കിട്ടുന്നുണ്ട്, വെയിലും അധികം അടിക്കത്തില്ല. നമുക്ക് ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു. കോളേജ് വൈബാണ് കിട്ടുന്നത്. ഒരു നല്ല ഫീൽ ആയിരുന്നു അത് വിട്ടിരിക്കട്ടോ. സോ ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെക്കോണർ എന്ന് പറയുന്ന സ്പേസ് ആണ്. ഇത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എല്ലാവരും വന്ന് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ തൊട്ട് പുറകെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു സ്റ്റേജ് ഉള്ളത്. നമ്മുടെ ഓപ്പൺ സ്റ്റേജ് ആണ്, ഇപ്പോൾ ഉള്ള ഓപ്പൺ സ്റ്റേജ് ആണ് ഇത്. ഇത് എല്ലാവർക്കും ഉള്ള ഓപ്പൺ സ്റ്റേജ് ആണ്. നമ്മുടെ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ആർക്കിടെക്ചേഴ്സിലെ ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ബാച്ചിലെ ആയിരുന്നു. പിന്നെ ഈ സൈഡിൽ നമുക്ക് കാണാം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ട് ഉണ്ട്, വോളിബോൾ കോർട്ട് ഉണ്ട്, കൂടാതെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി പോളിമർ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം. അവിടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സോ നമ്മളിപ്പോ നമ്മുടെ പോളിമർ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇത് പോളിമർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പോളിമർ ഡിപ്പാർട്ട്മെന്റ് ആണ്. കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പോളിമർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടാൻ പറ്റും. ഇച്ചിരി ഹൈറ്റിലാണ്. പോളിമർ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഈ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. സോ അത് കാരണം തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സൈഡിലോട്ട് നോക്കി അറിയാം, നല്ലൊരു സൺസെറ്റ്. നമുക്ക് അതിന്റെ ഒരു വ്യൂ നൈസാണ്. ഇവിടെ വന്ന് നമുക്കൊരു വൈകുന്നേരങ്ങളിലൊക്കെ നിൽക്കാനൊക്കെ ഉണ്ട്. കോളേജാണ് വൈകിട്ട്, അപ്പൊ വീട്ടിൽ പോകണം, അത് വേറെ കാര്യം. എന്നാലും നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ, സീരിയസ്ലി പറയുവാണ്. പിന്നെ സൈഡിൽ നമുക്ക് നോക്കിയാൽ അങ്ങോട്ടൊക്കെ നല്ല മലയും കുന്നൊക്കെ കാണാം കേട്ടോ. അത് നല്ലൊരു വ്യൂ ആണ്. ഇതിന്റെ മണ്ടയിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി നമുക്ക് കാണാം. അവിടെ ലാബുണ്ട് കേട്ടോ. ലാബുണ്ട് അവിടെ. അത് കാരണം അവിടെ നമുക്ക് നിൽക്കുമ്പോൾ നല്ല വ്യൂ. പോളിമർ ഉള്ളവർക്ക് നല്ല കേട്ടോ, അത് ഇന്ന് വ്യൂ കാണാൻ. നമ്മുടെ ലേഡീസ് ഹോസ്റ്റല് മുമ്പ് പണിതിട്ടതായിരുന്നു. പക്ഷേ സ്റ്റുഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഹോസ്റ്റൽ നമുക്ക് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഗേൾസ് അധികം വരുന്നത് നമ്മുടെ പോളിമറിലും ആർക്കിടെക്ചറിലും ആണ്. അതുകൊണ്ട് തന്നെ അവരും ഇവിടെ അടുത്തുള്ളവരാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്റ്റൽ അങ്ങനെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോവാം. പോളിമറിന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് അത് കാണാൻ പോവാം. സോ ഗയ്സ്, നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ മെയിൻ ഗ്രൗണ്ടിലാണ്. നമ്മൾ ഫസ്റ്റ് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത് ഷട്ടിൽ കോർട്ടിന്റെ കോർട്ടായിരുന്നു. പിന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോൾ ബാസ്കറ്റ്ബോളിന്റെയും വോളിബോളിന്റെയും കോർട്ട് ഉണ്ടായിരുന്നു. ഇവിടാണ് നമ്മൾ മെയിനായിട്ട് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ പ്രാക്ടീസ് ചെയ്യും, അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇവിടാണ്. ഇത് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ. വലിയൊരു സ്പേസ് ആണിത്, നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇറക്കുന്നതായിരിക്കും. സോ ഇതേപോലെ ഫണ്ണായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും മെസ്സേജോ നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐഡി നമ്മൾ കൊടുത്തിരിക്കും, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. ഞങ്ങൾ ഇനിയെങ്കിലും പോയില്ലെങ്കിൽ എനിക്കും വണ്ടി കിട്ടത്തില്ല, ഇവിടെ ഹോസ്റ്റലിലും കിട്ടത്തില്ല. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.